ഇന്നത്തെ ഒരു ടെക്നോളജീസ് വെച്ചിട്ട് തിരുവനന്തപുരം തികച്ചും അപര്യാപ്തമാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്. യാതൊരു മറ്റുള്ള സിറ്റീസിനെ അപേക്ഷിച്ച് വളരെ പുറകിൽ തന്നെയാണ്. ഇരിക്കുന്ന കോർപ്പറേഷനായാലും സർക്കാരായാലും മൊബിലിറ്റി പ്രോപ്പറാക്കിയാൽ കൊച്ചിയിൽ ഒരുവിധം ചെയ്യുന്നുണ്ട്, നമ്മളാരും അറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. കൊച്ചിയുടെ പ്രോപ്പറായിട്ട് ഡയറക്ഷൻ കാണിക്കാൻ അവിടുത്തെ MLA ഹൈബീഡനൊക്കെ വളരെ ആക്റ്റീവാണ്. എന്നെപ്പോലും അപ്രോച്ച് ചെയ്തിരുന്നു അവിടുത്തെ എയർപോർട്ട് സീപോർട്ട് റോഡിനൊരു സജഷൻ കൊടുക്കാനായിട്ട്. ഞാൻ പോയി അത്യാവശ്യം പഠിച്ചിട്ട് ഞാൻ ഒരു സജഷൻ കൊടുത്തിരുന്നു. സജഷൻ ചിലപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല. അപ്പം ഞാൻ പറയുന്നത് അവർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ. പക്ഷേ തിരുവനന്തപുരത്ത് ഇവരെല്ലാം ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. പോയ വഴിയെ അടിക്കുക, അടിച്ച വഴിയെ പോകാമെന്ന് രണ്ട് കൊച്ചിയെ ഒരു കൊമേഴ്സ്യൽ ഏരിയ ആയിട്ട് പണ്ട് തൊട്ടേ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പറച്ചിലിൻ്റെ നിഴലിലായി പോയോ തിരുവനന്തപുരത്തിൻ്റെ വികസനം എന്നൊരു സംശയം കൂടെ നമുക്ക് പറയാം അക്കാര്യത്തിൽ. തീർച്ചയായിട്ടും കൊച്ചിയുടെ ഡെവലപ്മെൻറ്റ് എപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ അർഹമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ ബാധിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഡിനൈ ചെയ്യുന്നതാണ് അവിടെ കൊടുക്കുന്നത് എന്ന് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അത് ഒരുപാട് എക്സാമ്പിൾസ് നമുക്കിപ്പോൾ ഞാൻ സ്റ്റേഡിയം ഞങ്ങളാണ് ഉണ്ടാക്കിയത്. സ്റ്റേഡിയം ഇവിടെ വരാൻ കാര്യം 2 പേരാണ്. ഒന്ന് ശ്രീ ഗണേഷ് കുമാറും ഒന്ന് ഞാനും. ഗണേഷ് കുമാർ ഇല്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് സ്റ്റേഡിയം വരില്ല. സ്റ്റേഡിയം വന്നത് പിന്നെ ഞങ്ങളെടുത്തുകൊണ്ട് തിരുവനന്തപുരം സ്റ്റേഡിയം അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ചെയ്തു. 160 കോടി രൂപയുടെ ഞങ്ങളുടെ കോൺട്രാക്റ്റ് 260 കോടി രൂപ ഞങ്ങൾ ചിലവാക്കിയാണ് ചെയ്തത്. 100 കോടി രൂപ എക്സ്ട്രാ ചിലവാക്കി ഇവിടെ. പക്ഷേ അവിടെ ഒരു ഫുട്ബോൾ മാച്ച് കൊണ്ടുവരാനായിട്ട് ഞാൻ ഇടപെട്ടിട്ട് നീ വളരെ ക്ലിയറാണ്, ഇവിടെ വരാൻ സമ്മതിക്കില്ല. ഇവിടെ അങ്ങ് സ്പോർട്സിൻ്റെ ആ കാര്യത്തിൽ ഈ സ്റ്റേഡിയം ഉപയോഗിക്കാനായിട്ട് കൊച്ചിയിലുള്ളവർ സമ്മതിക്കില്ല. ഇപ്പം മെസ്സിയുടെ കാര്യം വന്നപ്പോൾ തന്നെ നമുക്ക് അറിയാം എന്താ സംഭവിച്ചതെന്നുള്ളത്. അവർ പ്രിഫർ ചെയ്തത് തിരുവനന്തപുരം സ്റ്റേഡിയമാണ്. പക്ഷേ അവർ പറഞ്ഞുണ്ടാക്കിയത് ഇവിടെ ആൾക്കാർ വന്നാൽ താമസിക്കാൻ സ്ഥലമില്ല, ഫ്ലൈറ്റില്ല എന്നൊക്കെ. ഇതൊരു 10 വർഷം മുമ്പ് ഞാനിവിടെ കേരള ട്രാവൽ മാർട്ട് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഈ സ്റ്റേഡിയം ഉണ്ടാക്കി കഴിഞ്ഞ് 2015 കേരള ട്രാവൽ മാർട്ട് 16 ട്രാവൽ മാർട്ട് ഇവിടെ വരാനായിട്ട് ഞാൻ വളരെ പരിശ്രമിച്ചതാണ് ഈ സ്റ്റേഡിയത്തിൽ. കാരണം അന്നത്തെ ഇതനുസരിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററാണ് നമ്മുടെ ഉള്ളത്. അവിടെ ഒരു വലിയൊരു ഓഡിറ്റോറിയമുണ്ട്, ഏതാണ്ട് 5000 പേർക്ക് ഇരിക്കാവുന്നതാണ്. അത് എല്ലാം ഓക്കെയാണ്. ആദ്യം പറഞ്ഞു ഹാളില്ലാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഹാള് തരാം. അത് കഴിഞ്ഞ് പറഞ്ഞു ഇവിടെ ഹോട്ടൽസ് ഇല്ല, താമസിക്കാൻ ഹോട്ടൽസ് ഇല്ല. ഞാൻ എല്ലാ ഹോട്ടൽസിൻ്റെയും അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഞാൻ സഫീഷ്യൻ്റായിട്ട് ഇത് കൊടുത്തു. ഇത്രയും ഹോട്ടൽസ് ഉണ്ട്, പോരാത്ത ഹോട്ടൽസിന് നമുക്ക് ഹോം സ്റ്റേസ് ഉണ്ട്, നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നല്ല 5 സ്റ്റാർ ലെവലിലുള്ള ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അവർക്കൊരു അത് വേണേൽ അത് ലാസ്റ്റ് റിസോർട്ടായിട്ട് വയ്ക്കാം. പിന്നെ പറഞ്ഞു ഫ്ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്, ഫ്ലൈറ്റ് ഇല്ല, ഫ്ലൈറ്റ് കുറവായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് പിന്നെ അത് ഇപ്പോഴും കൊച്ചിയിലാണ് ഈ കേരള ട്രാവൽ മാർട്ട് നടക്കുന്നത്. എന്തുകൊണ്ടാണ് കൊച്ചി നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ടൂറിസം മേഖലയിൽ എല്ലാ ഇനീഷ്യേറ്റീവ്സും എക്സെപ്റ്റ് ഈ എന്താ പറയണ്ടേ കാസിനോയുടെ ഒരെണ്ണമല്ലാതെ ബാക്കി എല്ലാ ഇനീഷ്യേറ്റീവ്സും തിരുവനന്തപുരത്ത് തുടങ്ങിയതാണ്. ഈവൻ ആയുർവേദ ടൂറിസം സോമതീരത്തിൻ്റെയാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഇൻ്റർനാഷണൽ എക്സ്പോഷർ അവരാണ് ഉണ്ടാക്കുന്നത്. ഹൗസ് ബോട്ട് ടൂറിസം ആണെങ്കിലും അതും സോമതീരത്തിൻ്റെയാണ്. ബേബി മാത്യു ആണ് ആദ്യമായിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.